ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ്. വലിയൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നു പോയതിനു ശേഷമാണ് വോട്ടുകൾ എണ്ണിയതും ഫലപ്രഖ്യാപനം നടന്നതുമൊക്കെ. ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെക്കുറിച്ചും വിധി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ടാണ് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പുകളെ നമ്മൾ കാണുന്നത്. വോട്ടവകാശം എന്നുള്ളത് അവകാശമാണ്, നമ്മുടെ ആയുധമാണ്. അതുകൊണ്ട് തന്നെയും നമ്മളെല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പല പ്രാവശ്യം പല മാർഗങ്ങളിലൂടെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും പൂർണ്ണമായിട്ടും അത് നിറവേറിയിട്ടില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല കാരണങ്ങളുണ്ടാകാം. എന്തു തന്നെ ആയാലും രാഷ്ട്രീയപരമായ ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നില്ല. മറിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിധി തീർച്ചയായും എല്ലാവരും മാനിക്കുന്ന ഒന്നാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മാത്രമായി ഭരിക്കാനുള്ള ഏകകക്ഷി ഭരണത്തിനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജനവിധിയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അത് കൂടുതൽ നല്ലതാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമായി തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ജനാധിപത്യത്തിലെ തിരഞ്ഞെടുപ്പുകൾ ഏകാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും നയിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പല പാർട്ടികൾ ചേർന്ന് ഒരു മുന്നണിയായി ഒരുമിച്ച് ഭരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ശക്തമായ ഒരു പ്രതിപക്ഷവും ഇത്തവണ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നൽകുന്ന ശുഭകരമായ ഒരു സൂചനയെന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെയും സുസ്ഥിരമായ ഒരു ഭരണം തീർച്ചയായും നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. എവിടെയൊക്കെ സ്വേച്ഛാധിപത്യമുണ്ടോ ഏകാധിപത്യമുണ്ടോ അവിടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയും നമ്മുടെ ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്താതെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭിക്കുന്ന തരത്തിൽ ഇതിനെ കാത്തുസൂക്ഷിക്കാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനനായകർക്കുണ്ട് എന്നുള്ളതും ഈ തിരഞ്ഞെടുപ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതപരമായ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനുമാകട്ടെ, പ്രചരിപ്പിക്കുന്നതിനാകട്ടെ, വ്യക്തി സ്വാതന്ത്ര്യങ്ങളാകട്ടെ, മാധ്യമ സ്വാതന്ത്ര്യങ്ങളാകട്ടെ, ഇവയൊക്കെ ഹനിക്കപ്പെടുന്ന ഇടങ്ങളായി ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. എന്നാൽ ഈ റിസൾട്ട് എനിക്ക് തോന്നുന്നു അപ്രകാരമുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ ഒരു വഴികാട്ടിയായി, ഒരു സൂചകമായി നമ്മുടെ മുൻപിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമോ പ്രതികൂലമോ എന്ന തരത്തിലല്ല നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. മറിച്ച് നല്ലൊരു ഭരണം, നല്ലൊരു പ്രതിപക്ഷം, ക്രിയാത്മകമായ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്ന ഇടമായി മാറാൻ ഉപകരിക്കുമെന്നുള്ളത് തന്നെയാണ് സീറോ മലബാർ സഭയുടെ സുചിന്തിതമായ അഭിപ്രായം. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഈ ഇലക്ഷനിൽ വിജയിച്ച എല്ലാവരെയും സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെയും പരാജയപ്പെട്ടവർ ആത്മശോധനയ്ക്ക് വിഷയമാക്കി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ പരാജയപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുകയും വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്ത് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ ജനങ്ങൾ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കൃത്യമായൊരു വാർണിംഗ് ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലാകട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലാകട്ടെ, ചിലരെങ്കിലുമൊക്കെ ഈ ദിവസങ്ങളിൽ പരാമർശങ്ങൾ നടത്തുന്നത് കണ്ടു. ലോക്സഭാ ഇലക്ഷൻ അല്ലേ, അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെക്കുറിച്ചൊന്നുമുള്ള വിലയിരുത്തലല്ല എന്ന രീതിയിൽ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത് കണ്ടു. ജനങ്ങൾ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണോ അതോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണോ എന്നുള്ളത് നോക്കിയല്ല ഒരു തിരഞ്ഞെടുപ്പുകളെയും നേരിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുളവാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്ത് തീരുമാനങ്ങൾ വന്നാലും ജനങ്ങൾ അതിനെയൊക്കെ എതിർക്കും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരുന്ന പലവിധിയായ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവർ, കത്തോലിക്കർ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്.
മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റങ്ങളുണ്ട്, ആക്രമണങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കൃത്യമായി ചെറുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാത്ത, എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ എല്ലാവരും സ്വപ്നം കാണുന്ന ഇന്ത്യ. അപ്രകാരമുള്ളതാകട്ടെ നമ്മുടെ രാഷ്ട്രപിതാക്കന്മാർ മുൻപിൽ കണ്ട ജനാധിപത്യവും സ്വാതന്ത്ര്യവും മതേതരത്വവും കാത്തു സംരക്ഷിക്കാനും റിപ്പബ്ലിക്കായി തുടരാനും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പരസ്പര ബഹുമാനത്തോടുകൂടെ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി മുൻപോട്ട് പോകാനും ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്ന സർക്കാരുകൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് പുതിയ സർക്കാരിന് സാധിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു.